ഇവിടെയുള്ള UDF-നാണെങ്കിലും LDF-നാണെങ്കിലും ഇന്നത്തെ ഈ ലോട്ടറി വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ചർച്ചയിൽ ഇഖ്ലാസ് ഇല്ല എന്ന് മുരളി പറഞ്ഞിട്ടുണ്ട്, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുവല്ല, പക്ഷെ ഇവിടെ ആലോചിക്കേണ്ടതാണ്. ജനപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഈ വിഷയത്തിൽ ജനപക്ഷത്തിന് നിൽക്കേണ്ടതാണ്. അങ്ങനെയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു സ്ഥലത്തേക്ക് റോഡിന് വേണ്ടി പലപ്പോഴും അപേക്ഷിച്ചു. സർക്കാരിൻ്റെ നിന്ന് ഖജനാവ് തുറന്നിട്ട് റോഡ് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഞാനൊരു കോൺഗ്രസ് നേതാവ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ല, ഞങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ തേടി നേരം എടുത്ത ഒരുപാട് ആളുകൾ വരും. അദ്ദേഹം രാവിലെ ഭാര്യയോട് മൺവെട്ടി ചോദിച്ചു. അങ്ങനെ മൺവെട്ടി എടുത്തിട്ട് നേരെ പോയി. റോഡ് ഉണ്ടാക്കാൻ വേണ്ടി സർക്കാരിനോട് പലവട്ടം ആവശ്യപ്പെട്ടു. ജനങ്ങൾ ഭൂമി കൊടുത്തിട്ടുണ്ട്, സർക്കാർ റോഡ് ഉണ്ടാക്കിയില്ല. സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടും പാകാസാകത്ത് എന്തോ ആയില്ല. മുഹമ്മദ് റഹ്മാൻ സാഹിബ് മൺവെട്ടി എടുത്ത് രാവിലെ അങ്ങോട്ട് പോയി. പിന്നെ റോഡ് വെട്ടാൻ തുടങ്ങി. ആരോ അന്വേഷിച്ച് വന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മൺവെട്ടി എടുത്ത് രാവിലെ പോകുന്നത് കണ്ടു. ആളുകൾക്ക് അത്ഭുതം, മുഹമ്മദ് റഹ്മാൻ സാഹിബ് മൺവെട്ടി എടുത്ത് പോവുക. അന്വേഷിച്ച് എന്ന് നോക്കുമ്പോൾ റോഡ് വിട്ടുക. അപ്പോൾ വേറെ ആൾ പറഞ്ഞു, നേതാവേ നിങ്ങൾ റോഡ് വിട്ട, നിനക്ക് തന്നുണ്ടെങ്കിൽ നീ വിട്ടിക്കോളും. 10 മണിയായപ്പോഴത്തെ 100 കണക്കിന് ആളുകളായി. അന്ന് വൈകുന്നേരം റോഡ് വെട്ടി തീർത്തു. അതാണ് ജനപക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. നേതാക്കൾ ജനപക്ഷത്ത് നിൽക്കണം, ഒളിച്ചു കളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ ആദ്യമുള്ള അഭിപ്രായ വ്യത്യാസം സിക്കിം ലോട്ടറി നിരോധിക്കണമെന്നുള്ളതാണ്. ഇതിന്റെ ആപത്ത് മനസ്സിലാക്കിയിട്ട് മൊത്തം ലോട്ടറിയെ ഒരിക്കൽ സർക്കാർ നിരോധിച്ചതാണ്. എന്നിട്ടിപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് അതിനെ അന്ന് അത് പിൻവലിക്കാനുള്ള കാരണം അതിന്റെ കീഴിലുള്ള ജോലിക്കാരുടെ പ്രശ്നമാണെന്നാണ്. അതെന്ത് വാക്കാണ് പറയുന്നത്? ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അതിനോടൊന്ന് അങ്ങോട്ട്, അവരൊക്കെ വലിയ ആളുകളും സമൂഹത്തിൽ വളരെ നന്മ ചെയ്യുന്നവരുമാണ്. അദ്ദേഹത്തിന് പറയാവുന്ന തന്നെ പരിധിയിൽ നിന്നിട്ടുള്ള വാക്കുമാണ്. ഞാൻ അവരെ വളരെ ബഹുമാനിച്ചുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ, അവരെന്നും എതിർത്ത് പറയാൻ മാത്രം നമ്മളല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ നേതാവായ സാക്ഷാൽ ആന്റണിയുടെ ഭരണകാലത്ത് ഇവിടെ വേറൊരു സാധനം നിരോധിച്ചിട്ടുണ്ട്, ചാരായം. എത്ര ആളുകൾ ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ? പക്ഷെ വളരെ അല്ല ഒരു കാര്യം, ആന്റണിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ചാരായം നിരോധിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആന്റണി ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു സേവനം കേരളീയ ജനതയോട് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സേവനമാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സേവനം. എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ചാരായം എന്ന ബോർഡ് വെച്ച് എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്? എത്ര ആയിരം, എത്ര ലക്ഷം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. നിരോധിച്ചില്ലേ സർക്കാർ? അതിനുള്ള ധീരത കാട്ടി ഇന്നോ ഒരു പ്രശ്നമില്ല. പുനരധിവാസം എന്ന പേരിൽ കുറെ ബഹളമൊക്കെ ഉണ്ടായി, പക്ഷെ അത് അവസാനിച്ചു. അവരൊക്കെ പുനരധിവസിച്ചു പോയി. അതുകൊണ്ട് അതൊക്കെ തൽക്കാലം കൈ കഴുകാൻ പറയുന്ന ന്യായങ്ങൾ മാത്രം അല്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത്ര അദ്ദേഹത്തിന് പറയാൻ കഴിയണം. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത് ഇതിന്റെ പേരിൽ സർക്കാർ മടിക്കരുത്. അങ്ങനെയാണ്. ഇപ്പൊ കുറെ ആളുകളെ കക്ക നടക്കുന്ന കുറച്ച് ആളുകൾ, ഞാൻ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് ആളുകൾ ജീവിച്ചു പോക്കറ്റടി. ഇതിനേക്കാൾ ആളുകൾ ജീവിച്ചു പോകുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ. പിന്നാരായാൽ പോക്കറ്റടിക്കാൻ നേരെ പോലത്തെ അത് കുട്ടികൾക്ക് ഭാര്യയൊക്കെ അരി വാങ്ങാനുള്ള സാധനം കൊടുത്ത് വൈകുന്നേരം വരെ കൂർക്കം മടിച്ചു തുടങ്ങുക, വൈകുന്നേരം പിന്നെയും പോവാം. കളവ്, പോക്കറ്റടി. പോക്കറ്റ് ഡൽഹിയിൽ മേവാത്ത് എന്നൊരു പ്രദേശത്തെ മൊത്തം ജനങ്ങൾ പോക്കറ്റടി തൊഴിലാളികളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ പിന്നെ ആ നാട് നന്നാക്കിയെടുക്കുക. ഒരു നാടിന്റെ ഒക്കെ മാപ്പിളാര്. ഡൽഹിയിൽ മേവാത്തികൾ മുഴുവനും പോക്കറ്റടിക്കാരായിരുന്നു, മുഴുവൻ മുസ്ലിമീങ്ങളായിരുന്നു. മുസ്ലിം പോക്കറ്റടിക്കാരായ മാന്യന്മാരായിരുന്നു. നേരം വൈകുന്നേരമായ പോക്കറ്റടിക്കാൻ പോകും. ട്രെയിനുകളിൽ കയറിയിട്ട് പോക്കറ്റടിക്കും, കിടന്നിറങ്ങും. ഏറ്റവും വലിയ തൊഴിലാളികൾ പോക്കറ്റടിക്കാരാണ്. എത്ര തൊഴിലാളികളാ പോക്കറ്റടിക്കാരായുള്ളത്? ഇഷ്ടം പോലെയാണുള്ളത്. അങ്ങനെയാ സംഘ പോക്കറ്റടിക്കാരുണ്ട്. ഞാൻ ഒരിക്കലും ബസ്സിൽ കയറിയപ്പോൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് 2-3 ആളുകൾ ഇങ്ങനെ നീങ്ങി വരുന്നത് എനിക്ക് കണ്ടു. അങ്ങനെ ഞാൻ എന്തോ തോഫിയെ കൊണ്ട് മുകളിലേക്ക് പോയി. ഉറപ്പാണ് എന്തോ ഒരു 6ാം കണ്ണ് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ഒന്നും സംഭവിച്ചില്ല. കൃത്യമായി നടക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇതിനൊക്കെ നമ്മൾ പിന്മാറണം. ഇത് ജനങ്ങളെ സ്വപ്നജീവികളാക്കുകയാ. എല്ലാവരും സ്വപ്നത്തിൽ യാത്ര ചെയ്യുക. എല്ലാവർക്കും വേണ്ട സ്വപ്നത്തിന്റെ പിന്നാലെയാ. വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പേറുന്ന ആളുകൾ അങ്ങനെയാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലെ ഗോപാലപുരത്തും നടുപ്പുണിയിലുമൊക്കെ വൈകിട്ട് 3:30 കഴിഞ്ഞാൽ നിന്നു തിരിയാൻ ഇടമുണ്ടാവില്ല. തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞമ്പാറ വേലന്താവളം
മീനാക്ഷിപുരം വാളയാർ മേഖലകളിലും 3 മണിയോടെ ഗതാഗത തടസ്സം പതിവാണ്. ലോട്ടറി നിരോധിച്ച തമിഴ്നാട്ടിൽ നിന്ന് കള്ള ടിക്കറ്റ് വാങ്ങിയ ഭാഗ്യാന്വേഷികൾ ഫലം നോക്കി പുതിയതും വാങ്ങാനെത്തുന്നതിന്റെ തിരക്കാണിത്. ഇതിനേക്കാൾ വലിയ വിഷയം എന്താണെന്നറിയോ? കേരളത്തേക്കാൾ വലിയ സംസ്ഥാനമല്ലേ തമിഴ്നാട് എന്ന് നിരോധിച്ചിട്ടുണ്ട്. ജയലളിതയുടെ കാലത്തെ ലോട്ടറി നിരോധിച്ചിട്ടുണ്ട്. ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇതിനേക്കാൾ അതൊന്നും പറയരുത്. അതിൽ തൊഴിലാളികളുണ്ട് എന്ന ന്യായം പറയരുത്. അതൊരു ജനത്തിനെ മുഴുവനും സ്വപ്നജീവികളാക്കുകയാണ്. സ്വപ്നത്തിന്റെ പിന്നാലെ നിർമ്മാണത്തിലില്ല. എനിക്കറിയാം ഒരു നാട്ടിൽ നല്ല കച്ചവടം ചെയ്തിരുന്നൊരു മനുഷ്യൻ കട പൂട്ടി തകർന്ന് തരിപ്പണായി. എനിക്കറിയാം എന്താ കാരണം? അയാളുടെ കടയിൽ നേരം വെളുത്താൽ ഒരാൾ ലോട്ടറി കൊണ്ടുവന്നിരിക്കും, എടുപ്പിക്കും ചെയ്യും, ഇയാൾ എടുക്കും ചെയ്യും. എടുത്തെടുത്തെടുത്ത് കാട്ട പൊളിഞ്ഞു. ഒരു കട മുഴുവനും ഒരു കട അങ്ങോട്ട് പൊളിഞ്ഞു. വലിയ കച്ചവടം നടക്കുന്ന ഒരു കട അങ്ങോട്ട് പൊളിഞ്ഞ് തരിപ്പണായി പോയി. ചിന്തിക്കും, എത്ര ആളുകൾ വളരെ ചിന്തിക്കണം. ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് മിനിഞ്ഞാണ്ട് പ്രശാന്ത് വിളിച്ച് എന്നോട് പറഞ്ഞു ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെ ആ മനുഷ്യന്റെ ബെഡിനടിയിൽ പരിശോധിക്കുമ്പോൾ നിറയെ എന്താ പ്രശ്നം? നിറയെ ലോട്ടറി ടിക്കറ്റ്. നമ്മൾ ചിന്തിക്കണം, ഇതന്നെ സ്വപ്നത്തിന്റെ പിന്നാലെ അങ്ങോട്ട് പോയിരിക്കുകയാണ് എല്ലാവരും. ദിവസം വേതനക്കാരും കർഷക തൊഴിലാളികളും ഭാഗ്യപരീക്ഷണത്തിനായി ഭാഗ്യം എന്നെങ്കിലും തന്റെ വാതിൽ മുട്ടുമെന്ന പ്രതീക്ഷയിലാണ് അർദ്ധപ്പട്ടിണിക്കാർ ലോട്ടറി ടിക്കറ്റിന് പിന്നാലെ പായുന്നത്. ഒരു പഠനം നടത്തിയ വിനോദ് സഞ്ജയ് എന്ന അമേരിക്ക മനോരമയുടെ 2 ലേഖകന്മാർ എന്നോട് ഒരു സംഭവം ഇന്നലെ രാത്രി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചപ്പോൾ ഒരു സംഭവം പറഞ്ഞു. 500 രൂപക്ക് ദിവസേന പണിയെടുക്കുന്ന ആളുകൾ 700 രൂപക്ക് ടിക്കറ്റ് എടുക്കുന്നത് ധാരാളം ആളുകളുണ്ട്. അദ്ദേഹം അറിയുന്നവരുണ്ട്. 700 രൂപയ്ക്ക് 200 രൂപ കടാക്കുക. എങ്ങനെയെങ്കിലും കുറച്ചൊന്നല്ല എടുക്കുക, അങ്ങോട്ട് ബെണ്ടൽ അങ്ങോട്ട് വാങ്ങിയൊക്കെ. ഒരു ബെണ്ടൽ വാങ്ങിയൊക്കെ കുറച്ചൊന്നല്ല അങ്ങോട്ട് വാങ്ങിക്കൊണ്ടോ എവിടെയെങ്കിലും. എന്നാ അടിക്കൂല. വലിയ രസമുണ്ട്. ഒരാൾ എന്ത് ചെയ്യുന്നറിയോ? അടിക്കുന്ന് വിചാരിച്ചിട്ട് ഒരാള് അടിക്കാൻ പറയുന്ന മുതലാളിയാകാൻ വേണ്ടി ഒരു കള്ളന് തോന്നിയപ്പോൾ നല്ല നിലക്ക് മുതലാളിയാകാന് വല്ലാതെ കളവ് നടത്തിയാലാകട്ടെ, ബാങ്ക് കുത്തി തുറന്നാല് പിന്നെ വലിയ പൊല്ലാപ്പാവെന്ന് വിചാരിച്ചിട്ട് ലോട്ടറി കട കുത്തി തുറന്ന ഒരാള്. അത് സംഭവം ഇതിൽ പറയുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇയാള് ലോട്ടറി കട കുത്തി തുറന്നിട്ട് 10 റുപ്യയുടെ ലോട്ടറി അയാൾ മോഷ്ടിച്ചു. 2.5 ലക്ഷം റുപ്യയുടെ ലോട്ടറി മോഷ്ടിച്ചു. മനസ്സിലായില്ല? അപ്പൊ എത്ര ലോട്ടറി ഉണ്ടാവും? അയാൾ ഉറപ്പിച്ചു ഇന്ന് മുതലാളിയാവുന്ന ഉറപ്പായിട്ടും അയാൾ വിചാരിക്കുകയും ചെയ്തു. 10 റുപ്യയുടെ ലോട്ടറി മോഷ്ടിച്ചു. എത്ര? മനസ്സിലായില്ല? 10 റുപ്യയുടെ ഒരു ലോട്ടറി കട കുത്തി തുറന്നിട്ട് ഒരാൾ മോഷ്ടിച്ച തിരുവനെൽവേലിക്കാരൻ മുത്തുവിനൊരു സ്വപ്നമുണ്ടായിരുന്നു, എങ്ങനെയും ലക്ഷാധിപതിയാവുക. ലോട്ടറി കടയിൽ ജോലി ചെയ്തിട്ടും പലതരം ഭാഗ്യക്കുറികളിൽ പരീക്ഷണം നടത്തിയിട്ടും ഭാഗ്യദേവത തുണക്കാതിരുന്ന മുത്തു ലോട്ടറി കടകൾ കവർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ അന്യസംസ്ഥാന ലോട്ടറികൾ സൂക്ഷിച്ചിട്ടുള്ള കടകൾ കുത്തിത്തുറക്കാനാണ് പദ്ധതിയിട്ടത്. 2006 ഡിസംബറിൽ പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്തെ ഒരു ലോട്ടറി കടയിൽ നിന്ന് മുത്തു മോഷ്ടിച്ചത് 2.5 ലക്ഷം രൂപയുടെ ടിക്കറ്റുകളായിരുന്നു. അതായത് 10 റുപ്യയുടെ ലോട്ടറി അങ്ങോട്ട് മോഷ്ടിച്ചു. എത്ര റുപ്യക്ക്? 2.5 ലക്ഷം റുപ്യയുടെ ലോട്ടറി മോഷ്ടിച്ചു. നല്ല രസമുണ്ട്. 2.5 ലക്ഷത്തിന്റെ ടിക്കറ്റിൽ നിന്ന് വലിയ ഏതെങ്കിലും സമ്മാനം തനിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച മുത്തു ഫലം വന്ന ദിവസം കുത്തിയിരുന്ന് ടിക്കറ്റുകൾ ഒത്തി നോക്കി. കാര്യമായ ഒന്നും കിട്ടിയില്ല. മോഷ്ടിച്ച ടിക്കറ്റുകളിൽ പകുതിയെങ്കിലും മറിച്ച് വിറ്റിരുന്നെങ്കിൽ മുത്തു ലക്ഷാധിപതിയാകുമായിരുന്നു. ഈ ലോട്ടറി വിറ്റെന്നെങ്കിൽ മലയാളിയാകുമായിരുന്നു. എന്നിട്ടോ